ഹലോ, വെൽക്കം ബാക്ക് ടു ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് തട്ടുകട അസംബ്ലി. നമ്മളങ്ങനെ നമ്മുടെ സ്പോട്ടിൽ ഇന്നലെ എത്തിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്ത് പോയതാണ്. ആൻഡ് ഇന്ന് നമ്മൾ എന്താ പറയുക, നമ്മളെ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബേസ് സെറ്റ് ചെയ്യണമല്ലോ, കാരണം ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് ബേസ് സെറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ആദ്യം ഈ കാണുന്ന ട്രീ ഒന്ന് മൊത്തമായിട്ട് അങ്ങ് പൊട്ടിച്ചെടുത്തോട്ടെ. ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന കാണാൻ ഒരു രസമില്ല. എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ഇനി ലോകം ഉണ്ടോ? ഇല്ല, കഴിഞ്ഞല്ല. ഓക്കെ, എല്ലാ ലോക്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് പറഞ്ഞപ്പോഴാണ് നമുക്കിനി വീട് ഉണ്ടാക്കണമെങ്കിൽ കുറേ ലോക്സ് വേണം. അപ്പോൾ ലോഗിന് വേണ്ടിയിട്ട് ഇവിടെ ട്രീസ് കുറവാണ്. ഇവിടെ ഒന്ന് രണ്ട് ട്രീ ഒക്കെ ഉണ്ട്, പക്ഷേ കുറവാണ്. അത്രയും പോരാ, നമുക്ക് ഒരുപാട് ലോഗ് വേണം. ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോൺ ഹൗസ് ഉണ്ടാകുക. അതാകുമ്പോൾ കോബിൾ സ്റ്റോൺ ആണ്. നമുക്ക് എവിടെ മൈൻ ചെയ്താലും കോബിൾ സ്റ്റോൺ കിട്ടും എന്നുള്ളതുകൊണ്ട് കോബിൾ സ്റ്റോൺ ഹൗസ് ആക്കേണ്ടി വരും. എന്നാലും കുറച്ച് വുഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനുള്ള ഇത് മതിയാവുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വേഗം തന്നെ ഇത് കളക്ട് ചെയ്തെടുത്തേക്കാം. തട്ടുകട അസംബ്ലി. ഇപ്പോൾ സെർവറിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. സെർവർ ഞാനാണ് ഓണാക്കിയത്. ഇപ്പോൾ രാവിലെയാണ്. എല്ലാവർക്കും എക്സാം തുടങ്ങിയോ എന്ന് എനിക്കൊരു ഡൗട്ട്. കാര്യം ഇന്ന് ഒരുത്തം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം ആണ് എന്നുള്ളത്. എല്ലാവർക്കും എക്സാം കഴിഞ്ഞിട്ടല്ലേ 10 ദിവസം? അതോ 10 ദിവസത്തിൻ്റെ പകുതി അവധി ആദ്യം തന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ? എനിക്കറിയത്തില്ല. ഞാൻ സ്കൂളിൽ പോകത്തോണ്ട് എനിക്കറിയത്തില്ല. എൻ്റെ ഇവിടെ ഉള്ള എല്ലാ സാധനവും ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ ട്രീസും ഞാൻ എടുത്തു. ഇനി വേറെ ട്രീ ഒന്നുമില്ല. 18 ലോകേ ആകെ നമ്മുടെ കയ്യിലുള്ളൂ. ഇത് വെച്ചിട്ടൊരു വീട് കുഴപ്പമില്ല. നമുക്ക് ബാക്കി എന്ത് ചെയ്യാം, ഇതാക്കാം. കോബിൾ സ്റ്റോൺ എടുത്തിട്ട് കോബിൾ സ്റ്റോൺ ആക്കാം. മെയിൻലി നമ്മളെ വീടിൻ്റെ ഒരു എടുത്ത് നിൽക്കുന്ന ഘടകം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ 1-2 കേവ് പോലെ, കേവല്ല ഒരു കേവ് തന്നെ അകത്തെ സംഭവമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ കേവ് ഹൗസ് ആക്കിയാലോ, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഹൗസ് ആക്കിയാലോ. ഞാൻ അത് ഇതുവരെ എൻ്റെ ഒരു വേൾഡിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ലെറ്റ്സ് പ്ലേ ഉണ്ടാക്കണം എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെർവറിൽ നമുക്കൊരു അണ്ടർഗ്രൗണ്ട് ബേസ് സെറ്റാക്കാം. അതിന് കുറച്ച് ഗ്ലാസ് വേണം. പിന്നെ ബാക്കി നമുക്ക് എന്താണോ വേണ്ട ഇതൊക്കെ അത് സെറ്റാക്കാം. അത് അയൺ കിട്ടി, നന്നായി. കുറച്ച് അയൺ നമുക്ക് കിട്ടി. അല്ല, ഓൾറെഡി കുറച്ച് അയൺ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇപ്പറക്കുന്ന് കിട്ടിയത്. എൻ്റെ ഇവിടെ ഇവർക്ക് കൺഫേം ഉണ്ടോ എന്തോ. നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് കോബിൾ സ്റ്റോൺ അങ്ങോട്ട് കളക്ട് ചെയ്യാം. എന്നിട്ടൊരു അണ്ടർഗ്രൗണ്ട് ബേസ് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്കൊരു സർക്കിളിൽ അണ്ടർഗ്രൗണ്ട് ആക്കിയിട്ട് ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് അതിലോട്ട് ഇങ്ങനെ ഇറങ്ങാനുള്ള വഴിയൊക്കെ വെച്ചിട്ട് സെറ്റാക്കാം. ഒരു വെറൈറ്റി ഹൗസ്. ഈ സെർവറിൽ അങ്ങനെ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ എന്നാൽ പിന്നെ ഞാനായിരിക്കും ആദ്യം ഉണ്ടാക്കുന്നത്. എല്ലാവരും ഭയങ്കര വെറൈറ്റി പിടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വെറൈറ്റി പിടിച്ചില്ല എന്ന് പറയാതെ വേണ്ട. വെറൈറ്റി ആയിട്ട് അണ്ടർഗ്രൗണ്ട് ഹൗസ്. ഇത് ഞാൻ പോസ് ചെയ്ത് വയ്ക്കാം, അതാണ് നല്ലത്. നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും തിരിച്ചു കയറിയിട്ടുണ്ട്. അവന്മാരിത് അവിടെ നടന്നു പോകുന്നു. സംഭവം സെർവർ ചെറുതായിട്ട് ലാഗ് ഉണ്ട്. ചെറിയ രീതിയിൽ ലാഗ് ഉണ്ട്. ഞാൻ ഇപ്പോൾ കയറിയതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയ ഇതൊക്കെ ഞാൻ വീറ്റ് മൊത്തം ബ്രെഡാക്കി മൊത്തം എൻ്റെ കയ്യിൽ വെച്ചേക്കാം. പിന്നെ ഈ കിട്ടിയ ഐറ്റംസ് മൊത്തം അതിലൊരിക്കട്ടെ. കോള്, സ്റ്റിക്ക് തുടങ്ങിയ സാധനങ്ങൾ എൻ്റെ വേണം. ഇനി കൊണ്ടുപോയിട്ട് ഈ കിട്ടിയ ക്യാരറ്റും കുറച്ച് പൊട്ടാറ്റോയും ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഫാമിൽ ഇട്ട് വയ്ക്കാം. ഒരു ചെറിയൊരു ഫാം ലാൻഡ് സെറ്റപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് വലുതാക്കാം. അപ്പം തൽക്കാല ആവശ്യത്തിന് ഇത് തന്നെ മതിയാവും.
വി സി വാ. ഞാൻ VC1 കയറിയിട്ടുണ്ട്. ആ ഹലോ. ഹലോ നമസ്കാരം. നമസ്കാരം. എന്താണ് എവിടെയാണ്? ഇവിടെ അയൺ ഫാമിൽ വർക്കിംഗ്. അയൺ ഫാം. നൈസ്. ഞാൻ എന്റെ ബേസ് ഒക്കെ റെഡിയാക്കി കേട്ടാ. പൈസ സെറ്റാക്കിയാ സെറ്റാക്കി ഒരു വെറൈറ്റി ബേസ്. പാലിയാച്ചിനെ വിളിച്ചില്ല. ഇതാ ഇപ്പൊ വിളിച്ചിരിക്കുന്നു. നിന്നെ വിളിച്ചില്ല, നീ പോടാ. പാലിയാച്ചല്ല, 2 ക്യാരറ്റ് എടുത്ത് തരും. 2 ക്യാരറ്റ് 2 ബ്രെഡും തരും. ഹലോ. എന്റെ സ്കിന്ന് കാണുന്നുണ്ടോ? ഇല്ല. മൈൻക്രാഫ്റ്റ് തളപതി. ഇതാണ് എന്റെ അണ്ടർഗ്രൗണ്ട് ബസ്സാണ്. ഇത് ബോട്ടല്ലേ? ഇത് കപ്പലല്ലേ? അത് ലൂട്ട് ചെയ്തു. നോക്കണ്ട. ഞാൻ നോക്കുമ്പോ ഫുള്ള് ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നത്. ഈ 2 ഫെൻസ് ഉണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ആരെങ്കിലും വെച്ചതായിരിക്കുന്നു. ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ. പിന്നെ മാമൻ വെറും മൊണ്ണയാട്ടോ. അതെ, ഞാൻ നോക്കി 2 ഷിപ്രക്കിലും മാപ്പ് ഉണ്ടായിരുന്നില്ല. ഇത് കൊള്ളാലോടാ ബേസ്. ഇനി കൊറേ ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യാൻ. ഇവിടെ എവിടെയോ മോൺസ്റ്റേഴ്സ് ഉണ്ട്, കിടക്കാൻ പറ്റില്ല. അതെ, മുകളിൽ എവിടെയാണ് കിടക്കാൻ പറ്റുന്നത്. ഞാനല്ല മാമൻ അപ്പുറത്ത് സ്കെലിറ്റൺ ഉണ്ടാ എന്റെ മിനിമാപ്പിൽ കാണാം. കൊല്ലവനെ ഇവിടെ അണ്ടർഗ്രൗണ്ടിലായിരിക്കും. അണ്ടർഗ്രൗണ്ട് അല്ലല്ലോ. അണ്ടർഗ്രൗണ്ടിൽ ഇതില് ഇവിടെ ഒരു ചെറിയ കാണിക്കണേ അവന്മാര്. കേവ് ഉണ്ടോ അതിനിടയിൽ? കണ്ടുപിടിച്ച്. അപ്പൊ അവിടെ തന്നെ ആ ബെഡ് എടുത്ത് അപ്പുറത്തോട്ട് മാറ്റി വെക്ക്. ഞാൻ ഇപ്പൊ ആ സ്കെലിറ്റനെ ഏതോ ഭാഗത്ത് ഇവിടെ ഉണ്ട്. അവിടെ തന്നെ കറക്റ്റ് പോകുന്ന സ്കെലിറ്റന്റെ ഫ്രണ്ടിലോട്ട. ഹലോ, ജ്യൂസ് വേണം, എനിക്ക് ജ്യൂസ് വേണം. എനിക്ക് ജ്യൂസ് വന്നില്ല. സമാധാനം, ഇപ്പൊ കിടക്കാം. അല്ലല്ല, ഞാൻ ഇവിടെ കുറച്ച് ആൻഡ്രസൈറ്റും ഗ്രാനൈറ്റും എടുക്കുക. മൂടി വെക്കാൻ ഈ കോപ്പർ സെറ്റ്. എനിക്ക് എന്താ പറയാ, വുഡ് കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ കൈ കിട്ടിയ എല്ലാ ബ്ലോക്കും വെച്ച് അങ്ങ് ഉണ്ടാക്കി. ആൻഡ്രസൈറ്റ്, കോബിൾ സ്റ്റോൺ, ഗ്രാനൈറ്റ്, കോപ്പർ. അത് ആൻഡ്രസൈറ്റ്, പോളിഷ്ഡ് ആൻഡ്രസൈറ്റ്. മൈനിങ് ഏരിയ ഈ ഭാഗത്തായിട്ട്. ഈ കാണുന്ന ഒരു ആർച്ച് പോലത്തെ കേവ് കണ്ടില്ലേ, ഇതങ്ങ് മൈനിങ് ഏരിയ അവിടെ വരെ ഉള്ളു. കുറച്ച് കോബിൾ സ്റ്റോൺ എടുക്കാൻ വേണ്ടി പോയതാ. മാമൻ കുളിക്കാൻ പോന്നു. മാമൻ ആദ്യമായിട്ട് കുളിച്ച് വെള്ളത്തിലെങ്കിലും ഇറങ്ങി കുളിച്ചല്ലോടെ. ഇതില് PVP ആണല്ലേ, വെറുതെ ഞാൻ ഇന്നലെ അടിക്കാൻ നോക്കിട്ട് അടിക്കാൻ പറ്റാതെ. ഞാൻ ഇന്നലെ കൊറേ അടിക്കാൻ നോക്കി. എനിക്കാണെങ്കിൽ നെറ്റിന്റെ പ്രശ്നമാണ്, എന്താണെന്നുള്ള മനസ്സിലാവല്ലോ ഇന്നലെ. അത് നല്ലതാ. അതല്ലതാ. അല്ലെങ്കിൽ ഇടക്കിടക്ക് വന്നിട്ട് ഈ കുരുപ്പനൊക്കെ ഒന്നോണ്ടിരിക്കണേ. ഇത് ചെയ്യാനാ അവിടെ ഓഫാക്കിട്ട് കുരുപ്പൻ. ഇനി ഇവിടെ ബോട്ടുകൾക്ക് വന്ന് നിക്കാൻ വേണ്ടിട്ടുള്ളൊരു സ്പേസ് വേണം. ഇവിടുന്ന് എല്ലായിടത്തൊന്നും ഡോക്ക് വെക്കാം. ഫുള്ള് ഡോക്കാ. എന്റെ ബേസിൽ ഇവന്റെ ബേസിലുള്ള ഡോക്ക് വെക്കുന്നുണ്ട്. അത് തെറ്റ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു കിടിലം പാലം ഞാൻ ഉണ്ടാക്കും. ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക്. അവിടെ വേണമെങ്കിൽ തൊട്ടടുത്തായിട്ട് ഒരു ഡോക്ക് ഉണ്ടാക്കിയേക്കാം. അപ്പൊ ആ ഡോക്ക് ഈ ഡോക്കിലോട്ട് പൊളിക്കും.
ഡീപ്സറിന്റെ അടുത്ത് 2 ഡോക്ക്. ഡീപ്സറിൽ 2 ഡോക്ക്. അത് കൊള്ളല്ലോ ഡീപ്സറെ. ഓ ഞാൻ എല്ലാവരുടെയും നെയ്ബർ. അങ്ങോട്ട് വന്ന മാമൻ, ഇങ്ങോട്ട് വന്ന ദേവക്ക്, ഇങ്ങോട്ട് വന്ന ബണ്ണി. ഓ നമ്മളാര് അപ്പൊ എല്ലാരും ഓസി ജീവിക്ക. ഒന്നുമില്ല, ഇതൊക്കെ ഒരു രസമല്ലേ? വേറെന്തോ ചെയ്യാൻ ഈ ഇത് സർവറില്? ഇത് കറക്റ്റ് ഒരു പിൻ ഷേപ്പിലുള്ള ഒരു കേവാലോ. അത് നിനക്കാണെങ്കിൽ ഇതാക്കാം, മറ്റേ മൈനിങ് ഏരിയ ഒക്കെ ബേസാക്കാം. ആ ബേസ് നോക്കാൻ വേണേ, പക്ഷെ എനിക്ക് ബേസ് ആക്കാം. ഇങ്ങനെ അപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ കാര്യമില്ല. അതുകൊണ്ട് അവിടെ ഒരു കുഞ്ഞിയ ബേസ് ഞാൻ പണിഞ്ഞ വെച്ചേ. അയ്യോ കുഞ്ഞിന്റെ പൈസ. അല്ല, മാമന്റെ ബേസ്. ഇതാരായിരുന്നു ഈ അലിമോൻ? ആരായിരുന്നു അലിമോൻ? എന്റെ അലൈക്കുട്ടൻ. ഈ മാമൻ കൊന്നതാ. ഓ അലയായിരുന്നോ? ഞാൻ അലിക്കുട്ടൻ. അയ്യോ അലയുടെ സ്പെല്ല് തെറ്റാ, അതൊന്നും നോക്കണ്ട. ഞാൻ അലിക്കുട്ടൻ എന്നാ വായിച്ച വീഡിയോയിലൊക്കെ അതാ പറഞ്ഞേക്കുന്നത്. ഞാൻ കണ്ടു. ഞാൻ കണ്ടായിരുന്നു. അലിക്കുട്ടൻ. അയ്യോ അയ്യോ. ഇത് ബണ്ണി കണ്ടോടാ, കണ്ട് പടിയടാ. ബണ്ണി വല്ലവന്റെ ബേസിലിരുന്ന് പണിയെടുക്കുന്നുണ്ടോ? നിനക്കൊണ്ടോ ഇതുപോലത്തെ ഉത്തരവാദിത്തം? എനിക്ക് ഇങ്ങനത്തെ കുറെ സ്ഥലങ്ങൾ കാണുമ്പോ അതൊക്കെ ക്ലിയർ ചെയ്യാൻ തോന്നിപ്പോ. OCD. അങ്ങനെയും പറയാ. ഇങ്ങനെ കിടക്കുന്ന വീഡിയോ ഞാൻ ഒക്കെ റെഡിയാക്കി. അതാണ് അയൺ ഫാം. ഇതാണ് അയൺ ഫാം. അത് ശരി. ഇങ്ങോട്ടകത്തോട്ടെ. ഡോറിനായിരുന്നു. ഇവിടെ അയൺ കോളം വരും. ഓ അകത്ത് സോംബി സോംബി ഇല്ല എന്റെ ഉള്ളില്. ഉണ്ട്. ആ കണ്ടോ പൊട്ടൻ സോംബി. മറ്റു പിന്നോടെ ഗോളം ആ ഗോളം ഒരു ചായ കുടിക്കാൻ പോയതാ, ഇപ്പൊ വരും. നീ ഏതറാ? വന്നല്ലോ, ഞാൻ പറഞ്ഞില്ല ചായ കുടിച്ചിട്ട് വന്നു. അണ്ണാ ചായക്ക് എത്ര രൂപയാണ്? ഞാൻ കൊടുത്തോളാം. എവിടെയാണ് ഫോറസ്റ്റ് ഉള്ളത്? വുഡ് കിട്ടാനാണ് സ്പ്രൂസിൽ പോണ്ടി വരും. സ്പ്രൂസ് ആയാലും മതി. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇവന്റെ വുഡ് ഫാം ഉണ്ട്. എന്റെ ഒരു വുഡ് ഫാം ഉണ്ട്. ട്രീ ഫാം. ഓ വുഡ് ഫാം ഉണ്ടാ? ഉണ്ട് സ്പ്രൂസിന്റെ. ഇവിടെയാണ് വേറെ ഡോക്ക് വരുന്നത്. ഹലോ ക്രീപ്പറാ, എന്റെ സ്ഥലത്ത് വന്നിട്ടാ കള്ളക്കുരിപ്പേ. എന്റെ വകയിലെ കസിനാ. ശരിയാണല്ലോ. ശരിയാണല്ലോ. ശരിയാ. കുതിരനെ ഇടാൻ വേണ്ടിട്ട് കുതിരപ്പോർച്ച്. ഇതില് കാറില്ല. അല്ല എന്തായാലും ഇതില് കാറൊന്നുമില്ലല്ലോ, അപ്പൊ കുതിരയല്ലേ അവൈലബിൾ ആയിട്ടുള്ളൂ. അല്ല അതിന് വേറെന്തെങ്കിലും പേരുണ്ട്. സ്റ്റേബിള്, ഹോട്ട് സ്റ്റേബിൾ അങ്ങനെ എന്തോ അല്ലേ പറയാ? എനിക്കറിയില്ല. അങ്ങനെ എന്തോന്ന് പറയാ. ഹോട്ട് സ്റ്റേബിൾ എന്നാണ് പറയാ. കുതിരനടാ. പിന്നല്ലി നമുക്ക് ഇംഗ്ലീഷ് അറിയാത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. നീ ഇംഗ്ലീഷ് മീഡിയം പഠിക്കണ? ഇംഗ്ലീഷ്? ഓ നീ ഇംഗ്ലീഷ് മീഡിയോ? CBSE ആണ്, എന്നിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞോളൂ. I am English. മതിയടാ, മനസ്സിലായടാ. നീ CBSE വ്യക്തമായി. ഒരു സംശയം എനിക്കെന്നെ അർത്ഥം പറഞ്ഞെടുത്ത. അപ്പൊ നീ ഇത്രയും കാലം പറഞ്ഞ അർത്ഥം തെറ്റാണോ? ഇത്രയും കാലം വലിയ രീതിയിൽ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞു മൊത്തം പൊട്ടത്തെറ്റ്. ഇതൊക്കെ കേൾക്കുന്നവന്റെ വീട്ടുകാര് എന്തിനാണോ വീണെല്ലാം പഠിപ്പിക്കാൻ മെംബ്രെയിന്റെ ഉപയോഗം എന്തുവാ? എലൈട്ര ഇതാക്കാൻ പറ്റും, അപ്ഗ്രേഡ് ചെയ്യാം. അതായത് മെൻഡ് ചെയ്യാനായിട്ട്. ബ്രോക്കൺ ആയ എലൈട്ര നമുക്ക് ഇങ്ങനെ മെൻഡ് ചെയ്യാനായിട്ട്. മെൻഡിങ് ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തുണ്ടോ സാധനം? അത് ഫാൽക്കണ കൊല്ലുമ്പോൾ കിട്ടും. അതെ, എലൈട്രയ്ക്കാണ് സത്യം പറഞ്ഞ യൂസ്. വേറെ എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്റെ ഒരു അറിവിൽ ഇത് മാത്രമേ ഉള്ളൂ. യൂട്യൂബ് പിന്നെന്തിനാ? അതെ അതെ, ഗൂഗിൾ നോക്കിയാലും മതി. മൈൻക്രാഫ്റ്റ് വിക്കിയിൽ കയറിയിട്ട് ചോദിക്കുക യൂസസ് ഓഫ്. അതാകുമ്പോ വായിച്ച് ഇതാക്കാം. വീഡിയോ കാണണ്ട, സമയം കളയണ്ട.
എടാ കുതിരക്ക് സ്പീഡ് ഇല്ലല്ലോ. എത്ര സ്പീഡ് ഉണ്ട്? അയ്യോ കുതിര കള്ളനാ. കുതിര ഉടായിപ്പാ. എടാ 6 ബ്ലോക്ക് പെർ ഹവറോ പെർ സെക്കൻഡ്. ഞാൻ ഓടിയാൽ എത്ര എത്തും? സെക്കൻഡ് ഞാൻ ഓടിയാൽ തന്നെ 5 ബ്ലോക്ക് ഉണ്ട്. പിന്നെന്തിനാ ഈ കുതിര? അതെങ്ങനെ മനസ്സിലാവുന്നേ? അത് മോഡുണ്ട്. അതേതാ മോഡ് പറഞ്ഞേ? മിനി ഹഡ്, മിനി HUD. മിനി ഹഡ്. എടാ അതിലുള്ള മറ്റേ സ്ലൈം ചങ്ക് മനസ്സിലാവുന്നേ? ആ സ്ലൈം ചങ്ക് കിട്ടും. മറ്റേ ടോർച്ചിന്റെ ബ്രൈറ്റ്നെസ് എടാ മറ്റേ ടോർച്ചിന്റെ മോഡേതാ? അതന്നെ ഒക്കെ മിനി ഹഡിൽ തന്നെയാണ്. അതിന്റെ മിനി ഹഡ് H+C അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് എല്ലാം കാണാം. അതിലെന്തൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണോ അതൊക്കെ കസ്റ്റമൈസ് ചെയ്യാം. ഇതിന്റെ പേര് മിനി ഹണ്ടോ? മിനി ഹഡ്. അത് സെറ്റ്. ഇതാരാ പറഞ്ഞതെന്നറിയോ? മൈൻക്രാഫ്റ്റ് ഗോഡ് സുധി. സുധിന്റെ ഒരു വീഡിയോയില് പറഞ്ഞായിരുന്നു. പക്ഷെ അത് ഏതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. മോഡേതാ നമുക്ക് മനസ്സിലായിട്ടില്ല. മിനി ഹഡ് വീഡിയോ കണ്ടാൽ മാത്രം പോരാ മാൻ, അത് മനസ്സിലാക്കണോ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ മിനി ഹഡ് യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങള്? മിനി ഹഡ് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ മാലിലിബ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡും കൂടെ ഉണ്ട്. അതും കൂടി വേണം, എന്നാലേ അത് വർക്ക് ആവത്തുള്ളൂ. കുറെ പേർക്ക് മിനി ഹഡ് വർക്ക് ആവാത്തതിന്റെ റീസൺ അതാണ്. പലർക്കും അതിനെ കുറിച്ച് അറിയില്ല. മാലിലിബ് എന്ന് പറഞ്ഞിട്ടൊരു മോഡും കൂടെ ഉണ്ട്. അത് രണ്ടും മോഡ് ഫോൾഡറിൽ ഇട്ടാലാണ് മിനി ഹഡ് വർക്ക് ആവത്തുള്ളൂ. മംബ്രെയിൻ തന്നില്ല. അയ്യോ ചത്തില്ലടാ.